ദൈവനാമത്തിന് മഹത്വമുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയപ്പെട്ടവരോടൊപ്പം ചേർന്ന് ഇങ്ങനെ ആയിരിക്കാനിടയാകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയുടെ അവസാന രാത്രിയാണ്, ശനിയാഴ്ച രാത്രി. നാളെ പുതിയൊരാഴ്ച തുടങ്ങുക. ഈ ആഴ്ചയുടെ അവസാന രാത്രിയിൽ നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് വളരെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ഉതകുന്ന നിലയിൽ ഒരു കാര്യം, ഒരു വാക്ക് നമുക്ക് ബൈബിളിൽ നിന്ന് ചിന്തിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ്. തീത്തോസിൻ്റെ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യത്തെയാണ് അവിടെ പറയുന്നത്. അവിടുന്ന് എന്താ നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തു എന്നാണ് അവിടെ പറയുന്നത്. ഇതിൽ ഒരൊറ്റ കാര്യം, ഒരു വാക്ക് മാത്രം നമ്മൾക്കൊന്ന് ചിന്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വന്തം ജനം. കണ്ടോ, അവിടെ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികൾ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി. അതിലെ സ്വന്തം ജനം എന്ന വാക്ക് നമുക്ക് ഇന്നത്തെ സന്ധ്യയിൽ നമ്മളെ ശ്രദ്ധിച്ചതിനേക്കാളും കർത്താവിനോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ അത് സഹായിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ മുഖവുരയൊക്കെ പറഞ്ഞ് ഇതിലോട്ട് കടക്കുന്നത്. എന്താ ഈ സ്വന്തം ജനം എന്നുള്ളതിൻ്റെ മൂലഭാഷയിലെ വാക്ക്, ഗ്രീക്കിലെ വാക്കെന്താ? ഗ്രീക്കിലെ വാക്ക് പെരിയോസിസ് എന്നാണത്രേ. പെരിയോസിസ് എന്ന വാക്കാണ് സ്വന്തം ജനം. ആട്ടെ, ഇനി എന്തോ ഈ പെരിയോസിസ്? ഇതൊക്കെ എന്തിനാണ് നമ്മളീ പറയുന്നത്? നമ്മൾ പറയുന്നതിനൊരു അർത്ഥമുണ്ട്. ഇത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ പെരിയോസിസ് എന്ന ആ ഗ്രീക്ക് വാക്കിനെ പിന്നെയും നമ്മൾ എടുത്ത് തലനാരിഴ കീറി പഠിക്കുമ്പോൾ ഇതിന് 2 ഭാഗമുണ്ട്. ഒന്ന് പെരി എന്ന ഭാഗം, രണ്ടാമത്തേത് എയ്സസ് എന്ന ഭാഗം. ഇതിൽ പെരി എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? പെരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെരി എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു വൃത്തം എന്ന അർത്ഥം, ഒരു വട്ടം. ഒരു വട്ടം എന്ന അർത്ഥം, ഒരു വൃത്തം എന്ന അർത്ഥം. രണ്ടാമത്തെ ആ പെരിയോസിസ്, സ്വന്തം ജനം എന്ന വാക്കുണ്ടായതിൻ്റെ 2-ാം ഭാഗം എയ്സിസ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ഗ്രീക്കിലെ അർത്ഥം എന്താ? കുത്ത് എന്ന അർത്ഥം. അപ്പം എന്താ എന്ന് വെച്ചാൽ എന്ത്? ഒരു വൃത്തത്തിനകത്തൊരു കുത്ത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഈ വേദപണ്ഡിതന്മാരൊക്കെ നമ്മളോട് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടോ? നമ്മളിത് സ്വന്തം ജനമൊന്നും ഇത്രയും നാൾ വായിച്ചങ്ങ് പോവുകയായിരുന്നു. അന്നേരമാണ് ഇതിൻ്റെ മൂലഭാഷയിൽ പെരിയോസിസ് എന്നാണെന്നും ഇതിനെ 2ആയിട്ട് നമുക്ക് തിരിക്കാമെന്നും പെരി എന്ന് പറയുന്നതിന് വൃത്തമെന്നും ഓസിസ് എന്ന് പറയുന്ന ആ 2-ാം ഭാഗത്തിന് എന്താ കുത്ത് എന്നും അർത്ഥം എന്ന് പറയുമ്പോൾ അതിനെ തുടർന്ന് ഗ്രീക്കിൽ ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചേക്കുന്നത്? എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഒരു വൃത്തത്തിനകത്തൊരു കുത്ത്. ഇതാണ് സ്വന്തം ജനം. ശരി, വൃത്തത്തിനകത്ത്, ഒരു വട്ടത്തിനകത്ത് ഒരു കുത്ത്. ശരി, ഇതിൻ്റെ അകത്ത് വട്ടമാരാ, കുത്താരാ? നിങ്ങൾക്ക് ചിന്തിക്കാമോ? ഇതിൻ്റെ അകത്തെ സ്വന്തം ജനം എന്ന് പറയുന്നത് ഒരു വൃത്തത്തിനകത്തെ കുത്താണെങ്കിൽ
ഇതിൻ്റെ അകത്തെ വൃത്തമാരാണ്, കുത്താരാണ് എന്ന് ആർക്കെങ്കിലും, കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും പേരുണ്ടല്ലോ, ഇത്രയും കുഞ്ഞുങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവിടെ നിന്നും നമ്മുടെ സഭകളിലൊന്നും ഇത്രയും കുഞ്ഞുങ്ങളൊന്നുമില്ല, എല്ലാം കൂടെ 1-2 പേര് കഷ്ടിച്ചുണ്ടാവും. നിങ്ങൾക്ക് പറയാമോ ഇതിൻ്റെ അകത്തെ വൃത്തമാരാ, കുത്താരാ? സ്വന്തം ജനമെന്നാണ് നമുക്ക് അവസാനം വരേണ്ടത്. വൃത്തമെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ദൈവമാണ്, കർത്താവാണ്, യേശു തമ്പുരാനാണ്. യേശു തമ്പുരാനാണ് വൃത്തം. കുത്തോ? കുത്ത് നമ്മൾ സ്വന്തം ജനം. വൃത്തത്തിനകത്ത് നടുക്ക് കുത്ത്. അതിനെന്ത് ഇത് വലിയ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൂടെ നിൽക്കണേ. ഇത് നിങ്ങൾ വീണ്ടും ഒന്ന് ചിന്തിച്ചാൽ, സ്വന്തം ജനമെന്ന് പറയുന്ന നമ്മൾ ദൈവമാകുന്ന വൃത്തത്തിൻ്റെ നടുക്കുള്ള കുത്താണെന്ന് പറയുമ്പോൾ അത് നൽകുന്ന വേറെ ഒട്ടേറെ അർത്ഥങ്ങളുണ്ട്. ഈ നമ്മൾ പറഞ്ഞ കെന്നത്ത് വെസ്റ്റ് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ കുത്തിനെ ആർക്കെങ്കിലും ഒന്ന് തൊടണമെന്നുണ്ടെങ്കിൽ ഒക്കുമോ? കുത്തിൻ്റെ ചുറ്റും എന്തോ ഉണ്ട്? വൃത്തമുണ്ട്. ആ വൃത്തം കടന്ന് അകത്തോട്ട് വന്നാലേ എന്തു പറ്റുള്ളൂ? കുത്തിനെ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിക്കാനോ തൊടാനോ ഒക്കെ ഒക്കുകയുള്ളൂ. കുത്താരാ? നമ്മളാ. വൃത്തമാരാ? നമുക്ക് പുറത്തുള്ള ആ വൃത്തം കർത്താവ, വലിയവനായ ദൈവം, സർവശക്തനായ തമ്പുരാൻ. ആ സർവശക്തനായ തമ്പുരാൻ, ആ തമ്പുരാനാകുന്ന വൃത്തത്തിനുള്ളിലുള്ള കൊച്ചു കുത്താണ് നമ്മളാണ് സ്വന്തം ജനം. അപ്പോൾ സ്വന്തം ജനമാക്കി നമ്മളെ സ്വീകരിക്കുമ്പോൾ ദൈവം അതിന് കൊടുത്ത ഒരു വില നോക്കുക. എന്താ? ഇവരെൻ്റെ സ്വന്തം ജനമാണ്, അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? ഇവരെ ചുറ്റിപ്പരിപാലിച്ച് അവരെ സംരക്ഷിക്കും. അവരെ എൻ്റെ ഉള്ളിലാണ്. ഇവരെ ആർക്കെങ്കിലും തൊടണമെങ്കിൽ അവരാദ്യം ആരെ തൊടണം? എന്നെ തൊടണം. ആ വൃത്തത്തെ തൊട്ടേച്ചേ എങ്ങോട്ട് വരാൻ ഒക്കുകയുള്ളൂ? കുത്തിൻ്റെ അടുത്തേക്ക് വരാൻ ഒക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ മനസ്സിലാകുന്നുണ്ടേ? അപ്പോൾ കണ്ടോ, നമ്മൾ സ്വന്തം ജനം എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ജനം. പക്ഷേ അങ്ങനെയല്ല. സ്വന്തം ജനം എന്ന് ദൈവം നമ്മളെ വിശേഷിപ്പിക്കുമ്പോൾ, നമ്മളെ അങ്ങനെ കാണുമ്പോൾ, നാമാകുന്ന ആ കൊച്ചു കുത്തിനെ സംരക്ഷിക്കാൻ ദൈവമാകുന്ന വൃത്തം നമ്മുടെ 4 ചുറ്റും നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നുണ്ട്. ഈ നമ്മൾ പറഞ്ഞ ആ കെന്നത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ആ ദൈവദാസ, ആ ഗ്രീക്ക് പണ്ഡിതൻ, അതിനെ തുടർന്ന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അതായത് നമുക്കെതിരെ കരുക്കൾ നീക്കുന്ന ഒരാളുണ്ട്. ആരാ? ദൈവം ഉള്ളപ്പോൾ തന്നെ അതിനൊരു എതിർധ്രുവമുണ്ട്. ആരാ? പിശാച്, ആത്മാവിൻ്റെ പ്രതിയോഗി. നമ്മളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, തോൽപ്പിക്കുക, നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി പല നിലയിൽ തൻ്റെ ശക്തിയെല്ലാം ഉപയോഗിച്ച് രാവും പകലും 24 മണിക്കൂർ 365 ദിവസവും അങ്ങനെ പരിശ്രമിക്കുന്ന ആളാണ് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ. ആര്? ആത്മാക്കളുടെ എതിരാളിയായ പിശാച്, സാത്താൻ. അവൻ ഈ വൃത്തത്തിനകത്താണ് കുത്തെങ്കിലും അവൻ എന്തോ ചെയ്യും? അവൻ എങ്ങനെങ്കിലും ഈ കുത്തിനെ ഇല്ലാതാക്കാനോ അതിനെ ശല്യപ്പെടുത്താനോ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഒരു ചിത്രം മനസ്സിൽ കാണുക. ഒരു വൃത്തം, ആ വൃത്തത്തിൻ്റെ നടുക്കൊരു കുത്ത്. ഈ വൃത്തത്തിൻ്റെ പുറത്ത് നിന്ന് ഈ വൃത്തത്തിന് നേരെ ഒരു അമ്പ് വരുന്ന പോലെ ചിന്തിക്കുക. ഒരു അമ്പ് വരിക. അമ്പാരാ? സാത്താന. വൃത്തമാരാ? ദൈവമാണ്. കുത്താരാ? നമ്മളാ. ഈ അമ്പ് വന്നാൽ അമ്പ് ആദ്യം എവിടെ വരും? എവിടെ വന്ന് മുട്ടും? വൃത്തത്തെ വന്ന് മുട്ടും. വൃത്തത്തെ വന്ന് മുട്ടി വൃത്തത്തെ ഭേദിക്കുകയോ അല്ലെങ്കിൽ വൃത്തത്തെ കുലുക്കുകയോ ചെയ്താലേ അകത്തുള്ള കുത്തിനെ ഏതെങ്കിലും നിലയിൽ ശല്യപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ.
ഇതാണ് സ്വന്തം ജനം. അയ്യോ, നമ്മൾ ഇത്രയും നാൾ സ്വന്തം ജനം എന്ന് വിചാരിച്ചിരുന്നപ്പം ഇതിന് ഇത്രയും അർത്ഥമുണ്ടെന്ന് ഇപ്പോഴല്ലേ നമ്മൾ മനസ്സിലായി. ഞാനിത് എവിടെയോ വായിച്ച് ഞാൻ കുറച്ചു നേരം അന്തം വിട്ടിങ്ങനെ ഇരുന്നു പോയി. ദൈവത്തിൻ്റെ സ്വന്തം ജനം, അത് പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു അർത്ഥവും അതിൻ്റെ ഒരു സാങ്കത്യവും ഒക്കെ എന്നേ നഷ്ടമായി. എത്രയോ വട്ടം പറഞ്ഞു സ്വന്തം ജനം. എന്നാൽ ഈ സ്വന്തം ജനമെന്ന് ഇനി എപ്പോഴെങ്കിലും കേൾക്കുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലൊരു ചിത്രം വരണം. എന്താ? ഒരു വൃത്തം, ആ വൃത്തത്തിനുള്ളിലുള്ളൊരു കുത്ത്, വൃത്തത്തിന് പുറത്തുനിന്ന് ഒരു അമ്പ്, ഈ കുത്തിനെ ലാക്കാക്കി വരുന്നു. ആ അമ്പ് എവിടെ തട്ടി നിൽക്കുന്നു? ഈ ചുറ്റുപാടുമുള്ള വൃത്തത്തെ തട്ടി നിൽക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ സ്വന്തം ജനം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത്. ഈ കാര്യം എഴുതുമ്പോൾ എഴുതിയതാരാ? തീത്തോസിന് ഈ ലേഖനം എഴുതിയതാരാ? നമുക്കറിയാം, പൗലോസ് ആ ലേഖനം എഴുതിയത്. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിനെ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ആരായിട്ടാണ്? വലിയ ആളായിട്ട്, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം, ഈ ആത്മീയ സത്യങ്ങളെല്ലാം, ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള സത്യങ്ങളെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിന് ലഭിച്ച അത്രയും വെളിച്ചം വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നെല്ലാം നമ്മൾ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മൂന്നെണ്ണത്തിൽ എവിടാണ് പൗലോസ്? ഞാൻ തന്നെ പറയാം. തുടക്കത്തിൽ പൗലോസ് എവിടായിരുന്നു? ഈ അമ്പായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി നോക്കുക, അതിൻ്റെ 8-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അല്ലെങ്കിൽ ഞാൻ നല്ല സുഖമില്ലാതിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? പൗലോസിനെ കുറിച്ചാണെന്ന് വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ ആരെക്കുറിച്ചാണ്? ശൗലിനെ കുറിച്ചാണ്. ആരാ ശൗല്? പൗലോസിൻ്റെ പഴയ പേരാണ് ശൗല്, നമുക്കറിയാം. അപ്പോൾ ഈ ശൗല് പൗലോസ് ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് ആരുടെ പ്രവൃത്തിയായിരുന്നു? പിശാചിൻ്റെ പ്രവൃത്തിയായിരുന്നു. ആ കാലഘട്ടമെന്ന് പറയുന്നത് ക്രിസ്തീയത ആരംഭിച്ചിട്ടേ ഉള്ളൂ. കർത്താവ് വന്നു, ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, കടന്നുപോയി. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഈ മീൻപിടുത്തക്കാരും സാധാരണക്കാരുമായ ആളുകളൊക്കെ പറയുക, കർത്താവ് ഇത് ദൈവപുത്രനാണ്, അവൻ മശിഹായാണ്, അവനിൽ വിശ്വസിക്കുന്നവർക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ യഥാർത്ഥ യഹൂദനൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പൗലോസ് എന്ന്, അല്ലെങ്കിൽ പഴയ പേരിൽ ശൗലെന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ ആരായിരുന്നു? ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് യഹൂദ രീതികളെല്ലാം പഠിച്ച് യഹൂദന്മാരിൽ വളരെ പ്രമാണി. തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, തന്നെക്കുറിച്ച് തന്നെ താൻ പറയുന്നുണ്ട്, നമുക്കറിയാം ആ ഭാഗം. അങ്ങനെയുള്ള ശരിക്കും യഹൂദന്മാരുടെ ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യഹൂദ മതത്തിനു വേണ്ടി വേണമെങ്കിൽ ആരെ കൊല്ലാനും ചാകാനും തയ്യാറായി നിന്നിരുന്ന ഒരു തീവ്രവാദിയായിരുന്നു ആര്? പൗലോസ്, അല്ലെങ്കിൽ ശൗല്. ഈ തീവ്രവാദിയായ ശൗല് എന്തോ ചെയ്തെന്നാണ് നമ്മൾ ഈ പറയുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? അവൻ കണ്ടോ, ഒരു മര്യാദയുള്ള ആളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ആരെയൊക്കെയാ? പുരുഷന്മാരെ മാത്രമാണോ? സ്ത്രീകളെയും പിടിച്ച് വലിച്ചഴച്ച് തടവിലേൽപ്പിച്ച് സഭയെ, പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത ഒരു വാക്കാണ് ഇവിടെ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, എന്തോ മുടിച്ചു പോകുന്നു. അപ്പോൾ കാണിച്ചിരുന്ന ആ തീവ്രത കണ്ടോ?
ഈ ശൗല് ആരുടെ കയ്യിലെ നല്ല അമ്പായിട്ടാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത്? പിശാചിൻ്റെ കയ്യിലെ അമ്പായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഈ നിലയിൽ പ്രവർത്തിക്കുമ്പോഴും എന്താ ഈ ക്രിസ്തീയത, പാവപ്പെട്ട ഈ മീൻപിടുത്ത തൊഴിലാളികളും ഒക്കെ പറഞ്ഞ് അവരുടെ വചനം കേട്ട് മുന്നോട്ട് വന്നവരും ഒക്കെയായ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ആദ്യകാല സഭ നഷ്ടമായി പോയോ? ഇല്ല, നഷ്ടമായി പോയില്ല. എന്തുകൊണ്ട് നഷ്ടമായി പോയില്ല? ആ വട്ടം അവിടെ ഉണ്ട്, വൃത്തം അവിടെ ഉണ്ട്. വൃത്തത്തിനുള്ളിലാണ് ഈ കുത്ത്. ദൈവത്തിൻ്റെ സ്വന്തം ജനം ആരായിരുന്നു? ഈ പറഞ്ഞ അന്ന് ക്രിസ്തീയതയിലേക്ക് വന്ന സാധാരണക്കാരായ ആളുകളായിരുന്നു. അവരെ സംരക്ഷിക്കുന്ന വലിയ വൃത്തമായിട്ട് കർത്താവ് നിന്നു. അതുകൊണ്ട് പൗലോസ് ചെയ്ത ഈ തീവ്രവാദപരമായ കാര്യങ്ങളൊന്നും എന്തിലേക്ക് വന്നില്ല? ഇവരെ ഈ കുത്തിനെ വായിച്ചു കളയുന്നതിലേക്ക് വന്നില്ല, കുത്തിനെ ഇല്ലാതാക്കുന്നതിലേക്ക് വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അതിനെ സംരക്ഷിക്കാൻ ഒരു വൃത്തമുണ്ടായിരുന്നു. ഈ കാര്യമാണ് അതിൻ്റെ അടുത്ത അധ്യായത്തിൽ, അതായത് നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന. ആരെങ്കിലും ഒന്ന് വായിക്കണേ. കണ്ടോ 9-ാം അധ്യായം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം ഈ കാര്യം, കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. 9-ാം അധ്യായത്തിൽ ഈ ശൗല് പൗലോസാകുന്ന ആ കാര്യമാണ് സംഭവിക്കുന്നത്. എന്താ സംഭവം? എവിടെ വെച്ചാണ്? ദമസ്കോസിൻ്റെ പടിവാതിക്കൽ ഇതേ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്തിനാ അവിടോട്ട് പോയത്? വല്ല പുരുഷന്മാരെ ദമസ്കോസിൽ, ഈ 2-ാമത്തെ വാക്യം നോക്കുക, ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ, സാധാരണ ഒരു മര്യാദയുള്ള ആളാണെങ്കിൽ പുരുഷന്മാരെ ഉപദ്രവിക്കും, സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണെന്ന് പറഞ്ഞ് അവരെ സാധാരണ നിലയിൽ ഒന്ന് ഒഴിച്ചു നിർത്തുകയില്ലേ? അങ്ങനെയുള്ള ഒരു ആ നിലയിലുള്ള ഒരു ടെൻഡർനെസ് ഒന്നും ആരിലുണ്ടായിരുന്നില്ല, ഈ ശൗലിൽ ഉണ്ടായിരുന്നില്ല. കാര്യം പുള്ളി ഒരു തീവ്രവാദിയായിരുന്നു. യഹൂദ മതത്തിന് വേണ്ടി കൊല്ലാനും ചാകാനും തയ്യാറായി നടന്ന ഒരു തീവ്രവാദി എന്നുള്ള നിലയിൽ ഇവിടെയും ആ കാര്യം പറയുന്നു. ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം പള്ളികൾക്ക് അധികാരപത്രവും വാങ്ങിക്കൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ പ്രയാണം ചെയ്ത് എവിടെ നിന്നു? വായിച്ചാട്ടെ അതിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം 2-3. ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. എന്താ ഇവിടെ? ദമസ്കോസിൻ്റെ പടിവാതിക്കൽ നമുക്കറിയാം സംഭവിച്ച കാര്യം. ശൗല് ആ നിലയിൽ നിലത്ത് വീണപ്പോൾ ഒരു ശബ്ദം കേട്ടു. ശബ്ദം എന്താ പറഞ്ഞത്? ശബ്ദം പറഞ്ഞത്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? സത്യത്തിൽ കർത്താവിനെ എങ്ങനെ ഉപദ്രവിച്ചത്? കർത്താവ് ആ വൃത്തമായതുകൊണ്ടാണ് ഈ അമ്പ് വന്നപ്പം ആദ്യം ഈ വൃത്തത്തെ കൊണ്ടതുകൊണ്ടാണ്, ആ വട്ടത്തെ കൊണ്ടതുകൊണ്ടാണ് കർത്താവ് ഈ ചോദിക്കുന്നത്, നീ എന്നെ ഉപദ്രവിച്ചതെന്ത്? സത്യത്തിൽ ഇവരെയാണ് ഉപദ്രവിച്ചത്. ഇവരെ ഉപദ്രവിക്കണമെങ്കിൽ ആരെ ആദ്യം ഉപദ്രവിക്കണം? ഈ വൃത്തത്തെ ആദ്യം ഭേദിക്കണം. കണ്ടോ? അങ്ങനെ ശ്രമിച്ചു. ഈ ശൗല് അങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, നമുക്കറിയാം ഇതിൽ നിന്ന് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ആ നിലയിൽ ഈ ശൗലിനെ അവിടെ വെച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കി. ഈ ശൗലിനെ തന്നെ വീണ്ടും എന്തിലേക്ക് കൊണ്ടുവന്നു? ഈ ക്രിസ്തീയ സത്യങ്ങളെ വിശദമായിട്ട് വിവരിച്ച് ഈ ലേഖനങ്ങൾ ഇത്രയും എഴുതത്തക്കവണ്ണവും എല്ലാം ശക്തീകരിച്ച് ഇതിനെ ശക്തിപ്പെടുത്താൻ
ഈ ശൗലിനെ തന്നെ പൗലോസാക്കി മാറ്റിയ കഥ. ഞാനത് പറയാനല്ല വന്നത്. ഈ സ്വന്തം ജനത്തെ തൊടാനാണ് ശൗല് ശ്രമിച്ചത്, പൗലോസ് ശ്രമിച്ചത്. ക്രിസ്ത്യാനികളെ തൊടാനാണ് ശ്രമിച്ചത്, ഈ കുത്തിനെ തൊടാനാണ് ശ്രമിച്ചത്. ആ കുത്തിനെ തൊടാൻ ശ്രമിച്ചപ്പം വൃത്തം എന്തോ പറയുന്നു, നീ എന്നെ ഉപദ്രവിച്ചതെന്ത്? അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം ഓർക്കണേ, ഈ വിശ്വാസികളാകുന്ന ആ കുത്ത് ഏതിനകത്താണ്? വൃത്തത്തിനകത്താണ്. വൃത്തത്തെ ഒന്നാമത് ഉപദ്രവിച്ചാലേ ആരെ ഉപദ്രവിക്കാൻ ഒക്കുകയുള്ളൂ? ഈ കുത്തിനെ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിക്കാൻ ഒക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞ ആ കാര്യം പൗലോസിൻ്റെ തന്നെ അനുഭവത്തിലൂടെ അപ്പോസ്തലപ്രവൃത്തി 8 നിന്നും 9 നിന്നും 2 വാക്യങ്ങൾ വായിച്ചാണ് നമ്മളെ കണ്ടെത്തി. കണ്ടോ? ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കുക, ഈ നമ്മൾ എന്നെങ്കിലും ഈ നിലയിൽ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയുമ്പോൾ ഇത് തരുന്ന ആ വലിയ ഒരു സംരക്ഷണം, ആ വലിയ നമുക്ക് തരുന്ന ആ നിലയിലുള്ള ആ ധൈര്യം നമ്മൾ ഈ പെരിയോസിസ് എന്ന വാക്കിനെ ഇങ്ങനെ പഠിക്കുമ്പോഴാണ്, വൃത്തമെന്നും കുത്തെന്നും ഇതിനെ തരംതിരിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത് വെറുതെ ഒരു ഗ്രീക്ക് പണ്ഡിതന്റെ തലയ്ക്ക് ചൂട് പിടിച്ച് എഴുതിയതായ ഒരു കാര്യമല്ല. എന്തുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നു? ഇപ്പോൾ നമ്മൾ വായിച്ച 2 വാക്യങ്ങൾ അത് സാക്ഷീകരിക്കുന്നു. ഏതൊക്കെ? അപ്പോസ്തലപ്രവൃത്തി 8 വാക്യവും 9 വാക്യവും. എന്നെ നീ ഉപദ്രവിക്കുന്നത് എന്ത്? ദൈവം ചോദിക്കുക. അപ്പോൾ ശൗല് സത്യത്തിൽ ചോദിക്കണ്ടേ, കർത്താവേ, ഞാൻ നിന്നെ എപ്പോഴാണ് ഉപദ്രവിച്ചത്? നിന്നെ എപ്പോഴാണ് ദൈവമേ ഞാൻ ഉപദ്രവിച്ചത്? അപ്പോൾ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എന്തോ പറഞ്ഞേനെ? എൻ്റെ ജനത്തെ ഉപദ്രവിച്ചപ്പോഴൊക്കെ ശൗലേ, നീ ഒന്നാമത് എന്നെ ഉപദ്രവിച്ചിട്ടേ അവരെ ഉപദ്രവിക്കുകയുള്ളായിരുന്നു. കാരണം അതിൻ്റെ ആഘാതം ഒന്നാമത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ അവരെ ചുറ്റിയുള്ള വൃത്തമാണ്, അവരെ എൻ്റെ ഉള്ളിലുള്ള കുത്താണ് എന്ന് കർത്താവ് വിശദീകരിച്ചേനെ. ഇത്രയും വിശദീകരിച്ചില്ലെങ്കിൽ എൻ്റെ സ്വന്തം ജനമാണ് എന്ന് വിശദീകരിച്ചേനെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് നോക്കുക, ഇത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഈ സ്വന്തം ജനം എന്ന് പറയുന്നത് ആരാ? ദേണ്ട ഇവിടെ ഇരിക്കുന്നത് നമ്മളാ. നമുക്കെന്താ ഈ സമൂഹത്തിലുള്ള നിലയും വിലയും? നമ്മൾ ഇത്രയും പേരെ ആരെങ്കിലും വന്ന് ഉപദ്രവിച്ച് ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്താലും പിറ്റേന്നത്തെ പത്രത്തിൽ പോലും ഒരു കൊച്ചു വരി വല്ലതും ചിലപ്പോൾ വന്നു നിന്നിരിക്കും. അത്ര പ്രാധാന്യമുള്ള ആളുകളല്ല, ആണോ? വളരെ സമൂഹത്തിലെ നിസ്സാരരും ആരും അംഗീകരിക്കാത്തവരും എഴുതി തള്ളിയവരും ഒക്കെയായ ആളുകൾ. പക്ഷെ അവരെ ഈ സകല പ്രപഞ്ചത്തിൻ്റെയും നാഥനും താൻ ആദ്യനും അന്ത്യനും ഒക്കെയായ വലിയവനായ ദൈവം എന്തു ചെയ്യുന്നു? തൻ്റെ ഉള്ളിൽ സംരക്ഷിച്ച് കാക്കുന്നു എന്നുള്ള കാര്യം സത്യത്തിൽ നമ്മുടെ ഹൃദയാന്തർഭാഗത്തേക്ക് വന്നെങ്കിൽ നമ്മൾ സത്യത്തിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കുമോ? സത്യത്തിൽ ദൈവത്തെ സ്തുതിക്കും, മഹത്വപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ പോട്ടെ, ഈ സന്ദർഭം ഒഴിച്ച് വേറെ ഏതെങ്കിലും രംഗങ്ങളിലൊക്കെ ഏതെങ്കിലും നിലയിൽ ഉണ്ടാകുന്ന സാത്താൻ്റെ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ഉപദ്രവങ്ങളോ വരുമ്പോൾ ദയവ് ചെയ്ത് ഈ വൃത്തവും കുത്തും ഒന്ന് ഓർത്തോണേ. നമ്മളാരല്ല, നമ്മൾ നിസ്സാരരല്ല. നമ്മളെ സംരക്ഷിക്കുന്നത് ആരാ? ഈ ഇന്ത്യ ഗവൺമെൻറ്റാണോ? അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പട്ടാളമോ പോലീസോ ആണോ? അല്ല. അതൊക്കെ ഇത്രയ്ക്കിത്രയേ ഉള്ളൂ, നമുക്കറിയാം. എന്നാൽ ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവൻ, ആദിയിൽ തന്നെ അന്ത്യമായിരിക്കുന്നവൻ, അങ്ങനെയുള്ള വലിയവനായ ദൈവം, ആ വലിയവനായ ദൈവം നമ്മളെ തൻ്റെ ഉള്ളിൽ ഒരു കുത്തുപോലെ സൂക്ഷിക്കുന്നു എന്ന കാര്യം ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ എത്ര സ്തുതിക്കാനുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. ചിലപ്പോൾ ചിലരോട് പറയല്ലേ, ബ്രദറെ
മീറ്റിങ്ങിന് കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. എന്തോ പറയാനാ, വലിയ പ്രയാസത്തിലൂടെ കടന്നു പോവുക ബ്രദറെ. മീറ്റിങ്ങിൽ വരുന്നതാണോ പ്രയാസം തീർക്കുന്നതാണോ? സത്യത്തിൽ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മുൻഗണനകൾക്ക് മാറ്റം വരും. നമ്മൾ ഇതിനെയൊക്കെ നേരിടാനായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതാര് ചെയ്തോളും? നമുക്ക് ചുറ്റുമുള്ള വൃത്തം ചെയ്തോളും. അതവിടെ ഏൽപ്പിച്ചേച്ച് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇതിൻ്റെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഇതാ അതിൻ്റെ അടുത്ത ഈ പറയുന്ന പൗലോസ് ആ നിലയിൽ മുന്നോട്ട് വന്നപ്പോൾ എന്തു സംഭവിച്ചു? മുന്നോട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? തനിക്ക് താന് എന്തായി തീർന്നു? കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ താൻ എന്തായി തീർന്നു? താന് നമ്മൾ പറഞ്ഞു വന്നതുപോലെ താനൊരു കുത്തായി തീർന്നു. പൗലോസ് കുത്തായി തീർന്നു. അപ്പോൾ പൗലോസിനെ ചുറ്റിയും ഇപ്പോഴാരുണ്ട്? കർത്താവുണ്ട്, വൃത്തമുണ്ട്. അപ്പോൾ ഈ പൗലോസിന് പിന്നെ ഉപദ്രവങ്ങൾ വരാമോ? പൗലോസിന് ഉപദ്രവങ്ങൾ വന്നിട്ടില്ലേ? നോക്ക്, നമ്മൾ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പൗലോസ് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാൻ കഴിയും. ഞാൻ അതിൻ്റെ 24 ഒന്ന് വായിക്കാമോ? പലപ്പോഴും പ്രാണഭയത്തിലായി. അത് കഴിഞ്ഞ് അങ്ങനെ അത് നീണ്ടു പോവുക. നിങ്ങൾ വീട്ടിൽ ചെന്ന് അത് വായിച്ചു നോക്കിയാൽ അതിൻ്റെ ആ ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസിന് എന്തുണ്ടായി? പൗലോസിനുണ്ടായത് അടി കൊണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ കുത്താന്നും പറഞ്ഞ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ കുത്തായിരുന്നെങ്കിൽ അടി കൊള്ളുമായിരുന്നു. അടി കൊണ്ടല്ലോ, അതും കുറച്ചുമല്ലോ ആണോ കൊണ്ടത്? എവിടെയാ? അതിൻ്റെ 24-ാമത്തെ നമുക്ക് നോക്കുക. യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറയുക 40 അടി 5 വട്ടം കൊണ്ടു. ഒന്ന് കുറയുക 40 അടി എന്ന് പറഞ്ഞാൽ എത്ര? കുഞ്ഞുങ്ങൾ പറയാമോ? കുഞ്ഞുങ്ങൾ, നിങ്ങൾ കണക്കിൻ്റെയൊക്കെ വളരെ മിടുക്കരായ ആളുകളാണല്ലോ. ഒന്ന് കുറയുക 40 എന്ന് പറഞ്ഞാൽ എത്ര? 40-ൽ നിന്ന് ഒന്ന് കുറഞ്ഞാൽ എത്ര? 39 അടി വീതം 5 വട്ടം എന്ന് വെച്ചാൽ വേഗത്തിൽ ഞാനങ്ങ് പറയാം. അന്നത്തെ റോമൻ യഹൂദ നിയമം അനുസരിച്ച് ഈ ആളുകളെ ശിക്ഷിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് ഉള്ള ശിക്ഷയെന്ന് പറയുന്നത് 40 × 5 200 അടി കൊടുക്കണം. 200 അടി കൊടുക്കണം. എന്നാൽ ഈ അടിക്ക് കണക്ക് തെറ്റിയില്ലല്ലോ അല്ലേ? അതായത് 40 × 5 വട്ടം 200 അല്ലേ? 200 അടി ആണ് പരമാവധി ഒരാൾക്ക് ഒരു കുറ്റവാളിയെ അടിക്കാനായിട്ട് അനുവദനീയം. ഇത് അടിക്കുന്ന ആ ഉദ്യോഗസ്ഥനില്ലേ, അടിക്കുന്ന ഉദ്യോഗസ്ഥൻ അഥവാ ഈ 200-ൽ കൂടുതൽ 201 202 അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തോ പറ്റും? ഇയാൾക്ക് ഈ അടിച്ച ആളിന് ശിക്ഷയാണ്. അതുകൊണ്ട് ഇവരെപ്പോഴും ഒരു സേഫായിട്ടേ കളിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ സുരക്ഷിതമായിട്ട് തങ്ങളുടെ കാര്യം നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് കുറേ 40 അടി 39-ൽ നിർത്തുന്നത്. അതുകൊണ്ടാണ് കാര്യം. എണ്ണി 1 2 3 എന്ന് അടിക്കുമ്പോൾ എവിടെങ്കിലും എണ്ണം തെറ്റി 40-ൽ കൂടുതൽ 41 പോയെങ്കിൽ ഈ അടിച്ച ആൾ ചെന്ന് തിരിച്ചടി വാങ്ങണം. അതുകൊണ്ട് 40 അടി അടിക്കണമെന്ന് പറഞ്ഞു. അതിൽ ഒന്ന് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കൂടിപ്പോയാലാണ് പ്രശ്നം. അതുകൊണ്ട് ഈ അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എപ്പോഴും അന്നത്തെ ഒരു രീതി എന്തായിരുന്നു? സേഫായിട്ട് അവർ നിൽക്കും. അതുകൊണ്ട് അവർ വിചാരിച്ചു 39 അടിച്ചാൽ മതി. അഥവാ ഈ പടയാളികൾ എണ്ണുമ്പോൾ വല്ലതും ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവസാനം നമുക്ക് അടി കിട്ടണ്ട. അതുകൊണ്ട് 39 വീതം 5 വട്ടം അടിക്കുക. അപ്പം 400 അത്ര അടിയില്ല.
200 അടിയില്ലെങ്കിലും അത് 195. കുറച്ചേ ഉള്ളെങ്കിലും സാരമില്ല, തനിക്ക് അടി കിട്ടുകയല്ലോ. ഇതാണ് ഒന്ന് കുറയ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അടിക്കുന്ന അടി എന്താ? പരമാവധി അടിക്കും. നമുക്കറിയാമല്ലോ, അന്ന് ഈ അടിക്കുന്നത് കയ്യിലുള്ള വടിയുടെ അറ്റത്ത് പല നിലയിലുള്ള ചരട്, ആ ഓരോ ചരടയിലും എന്താ ആണിയോ മുള്ളോ ഒക്കെയാണ്. ഇതപ്പോൾ ഒരടി ഇവനെ അടിക്കുമ്പോൾ അവൻ്റെ ദേഹത്ത് എത്ര അടി കൊള്ളും? ഈ 10 ചരടുണ്ടെങ്കിൽ 10 അടിയാണ് കൊള്ളുന്നത്. എന്നിട്ട് ഈ ആണിയോ മുള്ളോ ഈ അടിക്കുമ്പോൾ ഇവൻ്റെ ദേഹത്ത് കുത്തിക്കേറിയാൽ ഇത് ചമ്മട്ടി പിടിക്കുമ്പോൾ എന്തോ പറ്റും? രക്തം ചിതറും, മാംസകഷണങ്ങൾ അടരും. പക്ഷേ ഇവർ എന്ത് ചെയ്യല? ഇവർക്ക് കണ്ണി ചോരയില്ലാതെ ഈ ശിക്ഷാവിധി നടത്തിക്കൊണ്ടിരിക്കും. ചരിത്രം പറയുന്നത് റോമരും ഈ യഹൂദരും ഒക്കെ അന്ന് ആ ആദ്യ നൂറ്റാണ്ടിൽ ചെയ്തിരുന്നതിൻ്റെ ഒരു പിന്തുടർച്ച പിന്നീട് നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് പറയുന്നോണ്ട് കുഴപ്പമില്ല, മുസ്ലിങ്ങളും ആ നിലയിൽ എടുത്തിട്ടുണ്ട്. ഈ കുറ്റവാളികളെ മർദ്ദിക്കുന്ന ഒരു രീതി. പക്ഷേ കുറ്റവാളികളെ മർദ്ദിക്കുമ്പം അവർ ഒരു കാര്യം ചെയ്യുമെന്നാണ് ഞാൻ വായിച്ച് കേട്ടിട്ടുള്ളത്. അതായത് ഈ അടിക്കുന്ന അയാളുടെ കക്ഷത്തിൽ ഒരു ഖുറാൻ വെച്ചോണ്ടാണ് ഈ ആളിനെ അടിക്കുന്നത്. ഖുറാൻ കക്ഷത്തിലിരുന്നാൽ അടിക്ക് ഊക്കുണ്ടോ? കൈയെടുത്താൽ ഖുറാൻ താഴെ പോയെങ്കിൽ അത് ഇയാൾക്ക് വലിയ പാതകമാണ്, അയാളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുകയില്ല? വലിച്ചടിച്ചാൽ ഈ കക്ഷത്തിലിരിക്കുന്ന ഇത് താഴെ പോകും. താഴെ പോയാൽ അയാൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് മുസ്ലിം ലോകത്ത്, പിന്നീട് അറബ് ലോകത്ത് ഇതേ ശിക്ഷാവിധി, ഈ ആളിനെ കുറ്റവാളിയെ ചമ്മട്ടി കൊണ്ടടിക്കുന്ന ഇതേ പരിപാടി തുടർന്നെങ്കിലും അതിന് എന്തോ വന്നു? ഒരു ലാളിത്യം വന്നു. ഇത്രയും ആഞ്ഞടിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് അടി കൊള്ളുന്ന ആളിന് അത്രത്തോളം പ്രശ്നമില്ല. പക്ഷേ റോമാക്കാർക്കും ഈ യഹൂദന്മാർക്കും എന്തില്ലായിരുന്നു? അവരുടെ കക്ഷത്തിൽ വെക്കാനൊന്നുമില്ലായിരുന്നു. അവർക്ക് കൈയെടുത്ത് ആഞ്ഞ കുറ്റവാളിയെ അടിക്കാം. ഇത് അവൻ്റെ ശരീരത്തിൽ പിടിച്ചു നിൽക്കുമ്പോൾ അത് വലിച്ചു പറിക്കാം. അപ്പോൾ രക്തവും മാംസകഷണവും അടർന്നു വീഴും. നോക്കുക, ഇത് ആർക്ക് സംഭവിച്ചെന്നാണ് ഇവിടെ പറയുന്നത്? പൗലോസ് പറയുക. പൗലോസ് അതിൻ്റെ ഒരു വിശദമായ 1 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു. ഇതെല്ലാം നടന്നു. നമ്മളെന്തോ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? പൗലോസും നമ്മളും എല്ലാം വൃത്തത്തിനകത്തെ നമുക്ക് പ്രശ്നമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ചേരുന്നത്? എങ്ങനെയാ ഇത് യോജിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് വീണ്ടും വിശദമാക്കാം. ഈ പുറത്തുനിന്ന് വരുന്ന അമ്പ് ഈ വൃത്തത്തെ ആദ്യം കൊള്ളുമ്പം അതിൻ്റെ ചില ഫലങ്ങൾ ആത്യന്തികമായിട്ട് ഈ വൃത്തത്തിനുള്ളിലുള്ള കുത്തിനും അനുഭവവേദ്യമാകും. ഉദാഹരണത്തിന് ഈ യുദ്ധമുന്നണിയിലൊക്കെ ഈ ബങ്കറുകൾ, ആളുകൾ പെട്ടെന്ന് ശത്രുക്കൾ ബോംബിടുന്നു, അല്ലെങ്കിൽ അവരുടെ ബുള്ളറ്റ് വരുന്നു എന്നൊക്കെ കാണുമ്പോൾ അവിടെയുള്ള ആളുകൾ ഒളിക്കുന്ന ഒരു മാളമാണ് ഈ ബങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് ആ നിലയിൽ എന്ത് വരും? സൈറൺ വരും. ഈ ശത്രുവിൻ്റെ വിമാനം വരികയോ അവരുടെ പീരങ്കികൾ നമുക്ക് നേരെ വരുകയോ ചെയ്താൽ സൈറൻ വരും. ആ സൈറൻ കേൾക്കുമ്പോൾ ആളുകൾ എന്തോ ചെയ്യും? ഓടി ഈ ബങ്കറിനകത്ത് ഒളിക്കും. ഈ ബങ്കറിനകത്ത് ഒളിക്കുന്നിടത്തോളം കാലം, അവർ പുറത്ത് വരാത്തിടത്തോളം കാലം ഈ ശത്രു വന്ന് ബോംബിട്ടാലും മറ്റ് ബുള്ളറ്റ് ഉപയോഗിച്ചാലും ഒന്നും ഇവർക്ക് എന്ത് പറ്റുകയില്ല, ഇവർക്ക് കേടുവരികയില്ല.
അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് അവിടെ ഉള്ളവരോട് പറയുന്നത്, നിങ്ങൾ ഈ അനൗൺസ് ഇത് കേട്ടാൽ ഉടനെ എന്ത് ചെയ്തോണം, ഈ സൈറൻ കേട്ടാൽ ഉടനെ ഓടി ഇതിനകത്ത് കയറിക്കോണം. ശരി, ഇങ്ങനെ കയറിക്കഴിയുമ്പം സത്യത്തിൽ എന്താ നമ്മൾ ഇതേവരെ ചിന്തിച്ചതനുസരിച്ച് ഇതിനകത്ത് കയറിയവരാരാ? ആ വൃത്തത്തിനകത്ത് കയറിയ കുത്ത അല്ലേ? അവർക്ക് പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഇതിന് മുകളിൽ കൊണ്ടുവന്ന് ബോംബിട്ടേച്ച് പോയി, ശത്രു ബോംബിടുമ്പോഴും ഒക്കെ ഈ ബങ്കറിൻ്റെ തന്നെ ചില ഭാഗങ്ങൾ കോൺക്രീറ്റ് പാളികളോ വല്ലതുമൊക്കെ അടർന്ന് ഇതിൻ്റെ അകത്ത് വീണാൽ ഇതിനകത്ത് കഴിയുന്ന ആളുകളിൽ ചിലരുടെ തല പൊട്ടുകയോ കൈമുറിയോ ഒക്കെ ചെയ്യും. പക്ഷേ ജീവഹാനി വരികയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യമാണ് ഈ പൗലോസിന് ഈ സംഭവിച്ചേക്കുന്നത്. വൃത്തത്തിനുള്ളിലാണ്, നഷ്ടപ്പെട്ടു പോയില്ല. പക്ഷേ എന്നാലും ഈ പിശാച് കൊണ്ടുവരുന്ന ഉപദ്രവങ്ങൾ ഒരളവ് വരെ ആർക്ക് അനുഭവവേദ്യമാകും? വിശ്വാസികളായ ആളുകൾക്ക് അനുഭവവേദ്യമാകും. പക്ഷേ നമുക്കെന്ത് സംഭവിക്കുകയില്ല, നമ്മളെ ഇല്ലാതാകാൻ ഈ വൃത്തം അനുവദിക്കുകയില്ല. ആ നിലയിൽ നമുക്ക് സംരക്ഷണം നൽകും. ആ ബങ്കർ അതിനകത്തുള്ളവർക്ക് സംരക്ഷണം നൽകുന്നത് പോലെ. എങ്കിലും അതിനകത്ത് കിടക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മുറിവുകൾ ഉണ്ടാകാം. ജീവൻ പോകുന്നതും ചെറിയ മുറിവുകൾ ഉണ്ടാകുന്നതും തമ്മിൽ താരതമ്യം ചെയ്താൽ ഏതാ വലിയ കാര്യം? ജീവൻ പോകുന്നതാണ്. അതിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ ചെറിയ ചില പ്രശ്നങ്ങളെയാണ് നമ്മളിവിടെ പൗലോസ് ഈ പറഞ്ഞേക്കുന്ന, ഈ അക്കവിട്ട് പറഞ്ഞേക്കുന്ന 2 കൊരിന്ത്യർ 11 പറഞ്ഞേക്കുന്ന ആ കാര്യത്തെ സത്യത്തിൽ എന്താ, ചെറിയ ഒരു കോൺക്രീറ്റ് പാളി വീണ് തല പൊട്ടിയ പോലെയോ അല്ലെ കയ്യേൽ ഒരു മുറി ഉണ്ടായ പോലെയോ ഒക്കെ കണ്ടാൽ മതി. അത് എന്തുദ്ദേശിച്ചായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്? ഇവനെ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ച് ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ ശാരീരികമായ മരണം മാത്രമാണോ? അല്ല. അപ്പോൾ നിങ്ങളത് ചോദിക്കേണ്ടതാണ്. ബ്രദറെ, അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കടന്ന ചിലരെ 1-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷികളായിട്ട് കൊന്നില്ലേ? അപ്പോൾ പിന്നെ ജീവഹാനി വന്നില്ലേ? ജീവഹാനിയും വരാം. പക്ഷേ പിശാച് ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ നമ്മളെ ഇല്ലാതാക്കുന്ന കാര്യം ഏതാ? നമ്മുടെ ദൈവത്തിലുള്ള നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ നിത്യതയും നഷ്ടപ്പെടുത്തി നമ്മളെ പാപത്തിന് അധീനരാക്കി നമ്മുടെ രക്ഷയെ ഇല്ലാതാക്കാൻ, അങ്ങനെ നമ്മളെ നിത്യതയിൽ നമ്മളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് അവന് ആത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കുന്നത്. അത് നേടാത്തിടത്തോളം കാലം എന്തില്ല, അവൻ്റെ ലക്ഷ്യം ഫലിച്ചില്ല. അതിൽ നിന്നാണ് നമ്മളെ ആര് സംരക്ഷിക്കുന്നത്? ഈ വൃത്തം സംരക്ഷിക്കുന്നത്. പക്ഷെ പ്രൊവൈഡഡ് അത് സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കുത്തിനും ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്ത് അരുത്, ഈ വൃത്തത്തിന് പുറത്ത് പോകരുത്. ഞാൻ പറഞ്ഞ വൃത്തവും കുത്തെന്നൊക്കെ പറഞ്ഞ് മറ്റൊന്നിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കണേ. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, നമുക്ക് ചില ശാരീരിക പീഡനങ്ങൾ ഉണ്ടാകാം. നമുക്ക് ജീവനും നഷ്ടപ്പെട്ടെന്ന് വരാം. പല നിലയിലുള്ള കാര്യങ്ങൾ വന്നെന്നിരിക്കാം. നമ്മൾ മാത്രമുള്ളതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പല നിലയിലുള്ള കാര്യങ്ങൾ വരിക. ഞാൻ ഈ നമ്മുടെ അവിടെ തന്നെ ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പൊതു ഇതായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പഴയതിനേക്കാളും പലതരത്തിലുള്ള പീഡനങ്ങൾ നമുക്ക് വരാം. ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഈയിടെ എടുത്ത് വായിച്ചത്. ഛത്തീസ്ഗഡിൽ നോക്കുക, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം നമ്മളെ സൂക്ഷിക്കും, ദൈവം നമ്മളെ സംരക്ഷിക്കും. ഛത്തീസ്ഗഡിൽ ഉണ്ടായത് വളരെ ഇതിൽ ഞാൻ വായിച്ച ആ ഒരു മിഷണറി പറഞ്ഞ ഒരു സംഭവം വളരെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതുമൊക്കെയായ ഒരു സംഭവമാണ്. നമുക്ക് സുരക്ഷിതത്വം ദൈവം നമുക്ക് തരും. ശാരീരിക പീഡനങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ ഇതിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതിനൊക്കെ ഉദാഹരണമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള സംരക്ഷണം
വേണ്ടതുപോലെ ഇല്ലാതെ പീഡനങ്ങളിലൂടെ കടന്നു പോയവർ നോർത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ. അവരുടെ കാര്യമോ? ഞാൻ പറഞ്ഞു വന്ന ഛത്തീസ്ഗഡിലെ ഇപ്പോൾ പറയാൻ വന്ന സംഭവം ഇതാണ്. അവിടെ ഒരു നമ്മുടെ ഇതുപോലുള്ള ഒരു ഗ്രാമത്തിലെ ഒരു കൊച്ചു സഭയിൽ അവർ എല്ലാവരും കൂടെ, ആ സഭക്കാരെല്ലാം കൂടെ ക്രിസ്മസിൻ്റെ അവധി വന്നപ്പോൾ അവിടെ 2 ദിവസം മീറ്റിംഗ് വെക്കാമെന്ന് വിചാരിച്ചു. ക്രിസ്മസിന് അവധിയാണ്, 2 ദിവസം നമുക്ക് എന്തോ ചെയ്യാം, മീറ്റിംഗ് വെക്കാം. മീറ്റിംഗ് വെക്കുമ്പം അവിടെ പുറമേയുള്ള ആളുകൾ ക്രിസ്തീയതയ്ക്കെതിരെ പലതരത്തിലുള്ള പീഡനങ്ങളുമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ കൊച്ചു സഭ അവർ സന്തോഷമായിട്ട് അവിടെ കൂടി ഇങ്ങനെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ക്രിസ്മസ് അവധി വന്നപ്പോൾ അവർ വിചാരിച്ചു 2 ദിവസം നമുക്ക് ഉപവാസ പ്രാർത്ഥന വെച്ച് കളയാം, അവിടെ കൂടി അങ്ങനെ ചെയ്യാം. അപ്പോൾ അവർ ഇങ്ങനെ ഉപവാസ പ്രാർത്ഥന വയ്ക്കുന്ന വിവരം ആ ഗ്രാമത്തിലെ ഇവരുടെ എതിർ ശത്രുക്കൾ അറിയാനിടയായി. അവിടെ വലിയ ആരാധന അവന്മാരുടെ നടത്താൻ പോകുകയാണോ, എന്നാ നമുക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ അവരുടെ കൊച്ചു ഹോളിൽ ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു വലിയ മൈതാനമുണ്ട്. ആ വലിയ മൈതാനത്ത് ഒട്ടേറെ മൈക്കുകളും വലിയ ഉച്ചഭാഷിണികളും ഒക്കെ കൊണ്ടുവന്ന് ഈ ക്രിസ്മസിൻ്റെ 2 ദിവസവും, ഒന്നാമത്തെ ദിവസവും 2ാമത്തെ ദിവസവും അവിടെ വലിയ പാട്ടും വലിയ ശബ്ദത്തിൽ പാട്ടും ഭജനയും അതും ഇതുമെല്ലാം നടത്താനായിട്ട് അവർ തയ്യാറായി. അപ്പോൾ ഈ പാവപ്പെട്ട സഭയിലുള്ളവർ വിഷമിച്ചു. എന്താ, ഇവർ ഈ സഭയുടെ കെട്ടിടത്തിനകത്ത് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയോ ഒരു കാര്യം പറയുകയോ ചെയ്താലും അടുത്തിരിക്കുന്ന ആൾക്ക് പോലും കേൾക്കാനൊക്കാത്തവണ്ണം ഉച്ചയിലാണ് ഈ തൊട്ടടുത്ത ആ മൈതാനത്ത് ഇവരെ ഈ ഉച്ചഭാഷിണി വെച്ച് ഇത്രയും ശബ്ദത്തിൽ ഈ കാര്യം ചെയ്യുന്നത്. ഇത് ഇവരെന്തിനു വേണ്ടി ചെയ്യുന്നതാ? ഈ ക്രിസ്തീയ സഭയിലുള്ളവരെ വിഷമിപ്പിക്കാനും അവരെ പരിഹസിക്കാനും വേണ്ടി അവർ ബോധപൂർവം ചെയ്തതാണ്. അപ്പോൾ ഈ പാവപ്പെട്ട വിശ്വാസികൾ വന്ന് സഭയെ കൂടിയപ്പോൾ ഒരു അക്ഷരവും കേൾക്കാൻ പറ്റുന്നില്ല. ഒന്നും പറയുന്നത്, പ്രാർത്ഥനയെ എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ അത് കേട്ടാലല്ലേ അടുത്തിരിക്കുന്ന ആൾക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുകയുള്ളൂ. അടുത്തിരിക്കുന്ന ആൾ പ്രാർത്ഥിക്കുന്ന കേട്ടാലല്ലേ ഈ അടുത്തിരിക്കുന്ന ആൾക്ക് സ്തോത്രമോ ആമേനോ പറയാൻ ഒക്കൂ. ഇതൊന്നും നടക്കുന്നില്ല. പുറത്തുള്ള വലിയ എത്രയോ വോൾട്ട് ശബ്ദത്തിൽ വലിയ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെന്തോ ചെയ്തു? ഇവർക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒരു കാര്യം തമ്പുരാനോട് പറയാമെന്നുള്ളതാണ്. അവരവിടെ ഇരുന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നൊന്നും ഈ ശബ്ദം കൊണ്ട് വേണ്ടതുപോലെ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പൊടുന്നനെ ഭയങ്കര മഴ പെയ്തു. ആ സമയത്ത് മഴ പെയ്യുന്നതല്ല, അവിടെ ഭയങ്കര മഴ പെയ്ത് ഇവരുടെ ഉച്ചഭാഷണിയും ഈ ശബ്ദവും ഇതുമെല്ലാം ഈ പെരുമഴ, അതുപോലൊരു മഴ ആ ദിക്കിൽ അന്ന് അതുവരെ ഉണ്ടായിട്ടില്ല പോലും. അങ്ങനെ മഴ പെയ്ത് ഈ ഉച്ചഭാഷണിയും കറൻറ്റും ഇതുമെല്ലാം നിലച്ചു. മാത്രമല്ല ഇവർ അവിടെ വന്ന് 2 ദിവസം ഇവിടെ കൂടി മറ്റവർക്കെതിരെ ബഹളം വെക്കാൻ വരുന്നവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഒരുക്കിയിരുന്നു. അതിൻ്റെ മേളിലും എല്ലാം വെള്ളം വീണ് അതൊക്കെ ഒലിച്ചു പോയി. ചുരുക്കത്തിൽ 2 മണിക്കൂർ കഴിഞ്ഞപ്പം ശബ്ദവുമില്ല, ആളുമില്ല. ഇവരെല്ലാം സ്ഥലം വിട്ടു. ഇവർ ആ 2 ദിവസവും ആ ഹോളിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ഞാൻ വായിച്ചത്. ഇതൊരു കഥയല്ല, അതിൻ്റെ അകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആ മിഷണറി അവിടെ നടന്ന ഒരു സംഭവം എഴുതിയതാണ്. ശരി, ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞത് നടന്നു. എന്ത് നടന്നു? കുത്തിന് പ്രശ്നമൊന്നും വന്നില്ല. കാര്യം വൃത്തം അവരെ സംരക്ഷിച്ചു. പക്ഷേ എപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ നടക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വരുന്നത് ഇതാണ്. നമുക്ക് തീർച്ചയായിട്ടും ദൈവം ഒരു പീഡനവും നമ്മൾ അനുഭവിക്കാതെ നമ്മൾ ജീവിക്കും എന്നല്ല നമ്മൾ കരുതേണ്ടത്. ചിലത് വരാം. പക്ഷെ അതൊക്കെ വരുമ്പോഴും നമ്മൾ ആത്യന്തികമായിട്ട് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ ദൈവം നമ്മളെ സൂക്ഷിക്കും. അങ്ങനെയാണ് നമ്മൾ സ്വന്തം ജനമാകുന്നത്. നമ്മളെ ദൈവം ആ നിലയിൽ സൂക്ഷിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഇനിയും നമ്മളായിരിക്കുന്ന രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ
പീഡനങ്ങൾ, പലതരത്തിലുള്ള പീഡനങ്ങളും പരിഹാസങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ ആരല്ല? നമ്മൾ അനാഥരല്ല. കർത്താവ് പറഞ്ഞ വാക്കാ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഓക്കെ, ഈ വൃത്തത്തെ വന്ന് മുട്ടി അതിൻ്റെ ഫലമായിട്ട് അകത്തെ കുത്തിനും ചില അടിയും ഇടിയും ഒക്കെ കിട്ടിയെന്നിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതല്ല പ്രധാനം. ഈ വൃത്തത്തിനകത്ത് തന്നെ ഈ പീഡനങ്ങളൊക്കെ ഉണ്ടായാലും കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ തന്നെ തുടരാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുടെ നിത്യത നഷ്ടമാവുകയില്ല. സ്വന്തം ജനമായിട്ട് നിത്യതയിലും തുടരും. നമുക്കതാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്കെന്താ ചെയ്യാവുന്നത്? നമുക്ക് ഹൃദയം കൊണ്ട് നമ്മുടെ കർത്താവിനെ മുറുകെ പിടിക്കാം. അവിടുന്ന് നമ്മളെ സംരക്ഷിക്കും. ഈ സംരക്ഷിക്കാൻ അവിടുന്ന് എന്ത് ചെയ്യും? നമ്മുടെ ലളിതമായ വിശ്വാസത്തെ അവിടുന്ന് ഉപയോഗപ്പെടുത്തും. വിശ്വസിക്കുന്ന ഒരുവനെ കർത്താവ് വിട്ടുകളയുകയില്ല. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. സക്കരിയാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. സക്കരിയാവ് 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. അതിൻ്റെ അടുത്ത് കണ്ടോ, അവിടെ നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. നമ്മളാരാ? നമ്മൾ കർത്താവിൻ്റെ കൺമണിയാണ്. കൺമണി എന്ന് വെച്ചാൽ എന്തുവാ? നമ്മുടെ കണ്ണിലെ ആ കൃഷ്ണമണി. നമ്മുടെ എവിടെ ആളുകൾ തൊടാനും നമ്മൾ സമ്മതിക്കും. നമ്മുടെ കണ്ണേ കയറി തൊടാൻ സമ്മതിക്കുമോ? പ്രത്യേകിച്ച് കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടാൻ സമ്മതിക്കുമോ? ആരും തൊടണ്ട. വേറെ എന്തെങ്കിലും ഒരു ഈച്ച പറന്ന് വന്നാൽ പോലും നമ്മളെന്തോ ചെയ്യും? ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ നമ്മളെന്തോ ചെയ്യും? കണ്ണടയ്ക്കും. എന്ന് വെച്ചാൽ ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്, അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കൊല്ലക്കുടിയിൽ സൂചി വയ്ക്കുന്ന പോലെ കാര്യങ്ങൾ പറയുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, തലച്ചോറാണ് പലപ്പോഴും നമുക്ക് ചില മുന്നറിയിപ്പ് തരുന്നത്. പെട്ടെന്ന് ഒരു തീയുടെ അടുത്തേക്ക് നമ്മുടെ വിരൽ പോയാൽ കൈ വേഗം പിൻവലിക്കാൻ തലച്ചോറ് നമ്മുടെ വിരലിന് നിർദ്ദേശം നൽകും, നമ്മൾ കൈ പിൻവലിക്കും. എന്നാൽ കണ്ണിന് തലച്ചോറ് നേരിട്ട് നിർദ്ദേശം നൽകണമെന്നില്ല. കണ്ണ് തന്നെ നേരിട്ട് എന്ത് ചെയ്യും? ഈ റിഫ്ലക്സ് ആക്ഷൻ മൂലം ഈ മറ്റ് അവയവങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു പടി നേരത്തെ അതിന് ആ മുന്നറിയിപ്പ് കിട്ടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നോക്ക്, നമ്മുടെ കണ്ണ് വെച്ചേക്കുന്ന കണ്ടോ? ഈ കണ്ണ് എവിടെ വെച്ചേക്കുന്നത്? 2 കുഴിക്കകത്താണ് വെച്ചേക്കുന്നത്, ഇല്ലേ? നമ്മൾ മുഖം അടിച്ചൊന്ന് വീണെന്നിരിക്കട്ടെ, നമ്മുടെ ഈ കുഴിക്കകത്തല്ലാതെ ഈ നെറ്റിയിലായിരുന്നു കണ്ണെങ്കിൽ, ഞാൻ ഈയിടെ ഒരു കുഴി വീണു. ഈയിടെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു കുഴി വീണു. അവസാനം ആളുകളെല്ലാം കൂടെ ചാടി ഇറങ്ങിയപ്പോൾ 8 അടി താഴ്ചയുള്ള വെള്ളത്തിൽ നിന്ന് എന്നെ പൊക്കിയെടുത്തപ്പോൾ ഞാനിങ്ങനെ കമിഴ്ന്ന് കിടക്കുക. അപ്പോൾ കമിഴ്ന്ന് കിടക്കുക, എന്നെ പൊക്കിയെടുത്ത് എൻ്റെ തല പൊട്ടി ഹോസ്പിറ്റലിലാക്കി. അതിൽ നിന്നൊക്കെ ദൈവം സൗഖ്യം തന്നു. ഇതൊക്കെ സംഭവിച്ചെങ്കിലും ഈ കണ്ണ് രണ്ടും എന്താ, അതിനൊരു കേടും പറ്റിയില്ല. എന്തുകൊണ്ടാണ്? മുഖമടിച്ചല്ലേ വീണത്. ദൈവം കണ്ടോ, ഇതിനെ 2 കുഴിയിലാണ് വെച്ചേക്കുന്നത്. കണ്ണിൻ്റെ പ്രാധാന്യം കണ്ടോ? നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. കൺമണിക്കുള്ള പ്രാധാന്യം നോക്ക്. ദൈവം അത്ര പ്രാധാന്യം അതിന് കൊടുത്തേക്കുന്നു. റിഫ്ലക്സ് ആക്ഷൻ ഞാൻ മുമ്പേ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ നിലയിലൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന വലിയവനായ ഒരു ദൈവമാണുണ്ട്. ആ ഒരു ബോധ്യം ദൈവത്തിന് നമ്മൾ എങ്ങനെയോ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ആളുകളായിട്ട് നമ്മൾ കാണരുത്. നമ്മളാരാണ്? ദൈവത്തിൻ്റെ കൺമണിയാണ്. ദൈവമാകുന്ന വൃത്തത്തിനുള്ളിലെ കുത്താണ്. വെളിയിൽ നിന്ന് പിശാച് നമുക്കെതിരെ കരുക്കൾ നീക്കിയാലും, നമ്മുടെ ആത്യന്തികമായ ആ നിത്യത നഷ്ടപ്പെടുത്താനായിട്ട് അവൻ ശ്രമിച്ചാലും, ഈ വൃത്തം നമ്മളെ എന്തു ചെയ്യും? സംരക്ഷിക്കും. പക്ഷെ പിശാച് ഉണ്ടാക്കുന്ന ആ പ്രശ്നങ്ങളുടെ
ചില പരിണിത ഫലങ്ങൾ നമുക്ക് അനുഭവവേദ്യമായെന്ന് വരാം. എങ്കിലും അത് ആത്യന്തികമായിട്ട് നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്താതിരിക്കാൻ അവിടുന്ന് നമ്മളെ സൂക്ഷിക്കും. അവിടെ നമുക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ആ വൃത്തത്തിന് പുറത്തു പോകരുത്. കുത്ത് വൃത്തത്തിനുള്ളിൽ തന്നെ നിൽക്കുന്നിടത്തോളം കാലം അത് സുരക്ഷിതമായിരിക്കും എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത്, നിങ്ങളിവിടെ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും തെറ്റുകളോ പാകപ്പിഴകളോ കൊണ്ട് ദൈവം നമ്മളെ അങ്ങ് ഉപേക്ഷിച്ചു, കൈവിട്ടു, എനിക്കിനി രക്ഷയൊന്നുമില്ല എന്നുള്ള നിലയിൽ ഒരു തരത്തിലുള്ള ഒരു കുറ്റബോധത്തിലോ കുറ്റം വിധിയിലോ ഒക്കെ ഇരിക്കുന്നു. ഇനി എനിക്ക് പല നിലയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, ദൈവം എന്നെ കൈവിട്ടു എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? പ്രതീക്ഷയുടെ വാതിലുണ്ട്. എന്ന് വെച്ചാൽ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മളെന്താ പറയുന്നത്? നമുക്ക് പാപം വന്നാൽ അത് പാപം വരാനൊരു എല്ലാവരും ഒരു ലൈസൻസായിട്ട് എടുക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? നിങ്ങൾക്കുണ്ടായ ആ പാപത്തെക്കുറിച്ചൊരു ബോധ്യം വന്നാൽ ആ പാപത്തെ ഏറ്റു പറഞ്ഞാൽ ദൈവം എന്തോ ചെയ്യും? ആ പാപം ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ കൂടെ നമ്മുടെ ആളുകളോട് പറയുന്ന പോലെ എബ്രായർ 8-ലും എബ്രായർ 10-ലും 2 ഇടത്ത് ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ആ ക്ഷമിച്ച കാര്യം ദൈവം മറന്നു കളയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുക, പിള്ളേരെ ആരെങ്കിലും നമ്മുടെ കുട്ടികൾ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് നമ്മളോടൊരു തെറ്റ് ചെയ്തെങ്കിൽ നമ്മളവനെ അടിക്കാൻ പിടിക്കുമ്പോൾ അവൻ കരയുമ്പോൾ നമ്മളെന്തോ ചെയ്യും? പോട്ടെന്ന് വിചാരിച്ച് ഡാഡി ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവനെ വിട്ടു. അടുത്ത ദിവസം പിന്നെയും അവൻ ഈ തെറ്റ് ചെയ്യുമ്പം അന്നേരവും നമ്മളവനെ അടിക്കാൻ പിടിക്കുന്ന ഉടനെ അവൻ കരഞ്ഞ് ഡാഡി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പറയും? ഇന്നലെ അല്ലോടാ നീ ഇത് പറഞ്ഞതിന് ഞാൻ നിന്നെ വിട്ടത് എന്ന് പറഞ്ഞ്, അപ്പോൾ ഇത് നീ ഒരു തരമായിട്ട് കണ്ടിരിക്കുക അല്ലേ? എപ്പോൾ തെറ്റ് ചെയ്താലും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നീ ഒരു തരമായിട്ട് കണ്ടിരിക്കുക, നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അപ്പന്മാർ പിടിച്ച് തല്ലുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ ദൈവം അങ്ങനെ തല്ലുകയില്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? ദൈവം അത് മറന്നു. നമ്മളാണ് ഓർത്തിരിക്കുന്നത്, എടാ ഇന്നലെ നീ ഇതേ തെറ്റ് ചെയ്തില്ലേ. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന്, ദൈവമേ നമ്മൾ ഒരു പാപം സംഭവിച്ചു, അതുമായിട്ട് നമ്മൾ ചെന്ന് ദൈവത്തോട് ക്ഷമ പറയുമ്പോൾ ദൈവം ചോദിക്കുകയല്ലേ, എടാ മോളെ കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഇതേപോലെ ഒരു തെറ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിച്ചത്, അപ്പോൾ ഇതൊരു പതിവാക്കിയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയില്ല. കാരണം എന്താ? ക്ഷമിച്ച ഉടനെ ആ കാര്യം മറന്നു. നമ്മൾ അപ്പനും അമ്മയും പോലും ചെയ്യാത്ത കാര്യമാണ് ദൈവം ചെയ്തേക്കുന്നത്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ രക്ഷ എത്ര വലിയ കാര്യമാണ്. നമ്മൾ അവിടുത്തെ മക്കളായിരിക്കുന്നത് എത്ര വലിയ കാര്യമാണ്. ഇത് ഞാൻ തെറ്റ് ചെയ്യാനൊരു ലൈസൻസായിട്ട് പറയുന്നതല്ല. ഇതിനെ ഒരു നല്ല നിലയിൽ എടുക്കണേ. പലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു, അത് പലവട്ടം ഏറ്റു പറഞ്ഞു, എന്നാലും ദൈവം അത് ക്ഷമിച്ചോ എന്നൊരു ഉറപ്പില്ല. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പം വരും, ദൈവം എന്നെ കൈവിട്ട് കാണും എന്നൊക്കെ ഉള്ള ഒരു നിരാശാബോധത്തിലോ കുറ്റബോധത്തിലോ ആ നിലയിലൊരു ഒരു അനാഥത്വത്തിൻ്റെ ചിന്തയിലോ ഒക്കെയാണ് വിശ്വാസികളായ പലരും തന്നെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അങ്ങനെയല്ല. നമ്മളെ ദൈവം നമ്മൾ എഫേസ്യ ലേഖനം എടുത്ത് വായിച്ചു നോക്കുക. അവിടെയൊക്കെ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ അവിടുന്ന് കണ്ടതും തിരഞ്ഞെടുത്തതും ദത്തെടുത്തതും മുൻനിയമിച്ചതും ഒക്കെയാണ്. അത് ഓരോന്നും പറയാൻ തുടങ്ങിയാൽ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. ആ നിലയിൽ വില കൊടുത്ത് വാങ്ങിയ ദൈവം മക്കളാണ് നമ്മൾ. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നമ്മൾ. സ്വന്തം ജനം എന്ന വാക്കിൽ തന്നെ നമ്മൾ എന്തായി തീർന്നു? ആ വൃത്തത്തിനകത്തെ കുത്തായി തീർന്നു. അപ്പോൾ അതുകൊണ്ട് പിശാച് നമ്മളെയോ നമ്മുടെ കുടുംബത്തെയോ നഷ്ടപ്പെടുത്തും എന്ന പേടിയുണ്ടെങ്കിൽ ആ പേടിയിൽ നിന്ന് പുറത്തു വരിക. നമ്മുടെ ജീവിതത്തിൽ തന്നെ നേരത്തെ വന്ന തെറ്റുകളുടെ പേരിൽ, കുറ്റങ്ങളുടെ പേരിൽ, നമ്മൾ ഏറ്റുപറഞ്ഞ കുറ്റങ്ങളുടെ പേരിൽ തന്നെ നമ്മളൊരു കുറ്റം വിധിയിലോ ഒരു അന്യതാബോധത്തിലോ
ഒരു നിരാശയിലോ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരിക. കാരണം നമ്മളെന്താ? അവൻ്റെ സ്വന്തം ജനമാ. അതിനവിടുന്ന് കൊടുത്തേക്കുന്ന വില കണ്ടോ? ഈ വൃത്തത്തിനകത്താക്കി നമ്മളെ നിർത്തിയിരിക്കുകയാണ്. പിശാച് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഈ അന്ത്യകാലത്ത് നഷ്ടപ്പെടുത്തി കളയും. ഇന്നാരെയൊക്കെ കണ്ടോ, അവർ സഭയിൽ നമ്മളെക്കാളും നല്ല നിലയിലായിരുന്നു, അവരൊക്കെ വിശ്വാസം വിട്ടുപോയി. നമുക്ക് നാളെ അത് സംഭവിക്കുമോ? പേടിക്കണ്ട. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. ഏത് ചിത്രം? ഒരു വൃത്തത്തിൻ്റെ നടുക്ക് ഒരു കുത്ത്, വെളിയിൽ നിന്ന് ഒരു അമ്പ് വരുന്നു. ആ അമ്പ് എവിടെ തട്ടി നിൽക്കുന്നു? വെളിയിലുള്ള വൃത്തത്തെ തട്ടി നിൽക്കുന്നു, ഇങ്ങോട്ട് വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, സന്തോഷമായോ? നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടുത്തെ മക്കളാണ് എന്നുള്ളത്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നമ്മളെന്നുള്ളത് വളരെ കാഷ്വലായിട്ട്, വളരെ ഒരു സാധാരണ കാര്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കാണരുതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരൊറ്റ വാക്ക്, സ്വന്തം ജനം എന്ന വാക്ക്, അതിൻ്റെ ഗ്രീക്കിലെ അർത്ഥം, അത് വെച്ചിട്ട് നമ്മൾ കണ്ടതെന്താ? നമ്മൾ ദൈവത്താൽ നാല് ചുറ്റും സംരക്ഷിക്കപ്പെടുന്ന ആളുകളാണ്. ഏത് ദൈവം? വലിയവനായ ദൈവം, ആദിയും അന്തവുമായവൻ, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി. അങ്ങനെയുള്ള വലിയ ദൈവം അവിടുന്ന് നമ്മളെ തൻ്റെ ആ നാല് വലയങ്ങളിൽ സംരക്ഷിക്കുകയും നമ്മളെ കാക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളത് ഈ സ്വന്തം ജനമെന്നുള്ള ഒറ്റ വാക്കിൽ നിന്ന് തന്നെ നമ്മൾ ഉൾക്കൊള്ളുക. അതിൻ്റെ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ കൈയാളുക. ക്രിസ്തീയ ജീവിതം സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കണം. അല്ലാതെ പേടിച്ചും ഭയപ്പെട്ടും എൻ്റെ കാര്യം എങ്ങനെ ആകും, എന്നെയും എൻ്റെ കുടുംബത്തെയും പിശാച് അവസാനം നഷ്ടപ്പെടുത്തി കളയുമോ, എനിക്ക് ഈ ക്രിസ്തീയ ജീവിതം പൂർത്തിയാക്കാൻ കഴിയാതെ പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടിയിലും നിരാശയിലും ദുഃഖത്തിലും വിഷമത്തിലും നമ്മുടെ കാലം കഴിക്കണ്ട. നമ്മൾ സുരക്ഷിതരാണ്. ഹല്ലേലൂയ. നമുക്കൊരു ദൈവമുണ്ട്. അവിടുന്ന് നമ്മളെ അന്യരായിട്ടല്ല കാണുന്നത്, തൻ്റെ സ്വന്തം ജനമായിട്ട് നമ്മെ കാണുന്നു. ഹല്ലേലൂയ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാണുന്നു. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. നമ്മളെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടാൻ ആരും മറ്റൊരാളെ അനുവദിക്കുകയില്ല എന്ന് മാത്രമല്ല, ആ കൃഷ്ണമണിയെ കണ്ടോ, നെറ്റിയിൽ വയ്ക്കാതെ 2 കുഴികൾക്കുള്ളിൽ നമ്മൾ മുഖമടിച്ച് വീണാലും അതിനൊരു കേടുണ്ടാകാതെയാണ് ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്. കൺമണി എത്ര വലുതാണ്. ഹല്ലേലൂയ. അതിൻ്റെ നേരെ ഒരു ഈച്ച പറന്നു വന്നാൽ പെട്ടെന്ന് തലച്ചോറ് ഇടപെടാതെ തന്നെ സ്വയം അടയ്ക്കത്തക്കവണ്ണം കൺപീലികൾ ദൈവം തന്നിരിക്കുന്നു. റിഫ്ലക്സ് ആക്ഷൻ പോലെ അത് ചെയ്യാൻ നമ്മുടെ ശരീരത്തെ പഠിച്ചാൽ തന്നെ മതി. ഈ വാക്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ശരീരത്തെ പഠിച്ചാൽ തന്നെ നമുക്ക് എത്ര ധൈര്യം ലഭിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നീ വിഷമിച്ച് പോകണ്ട. നീ നിന്നെ തന്നെ കുറഞ്ഞ ആളായിട്ട് കാണണ്ട. നമുക്കൊരു ദൈവമുണ്ട്. അവിടുന്ന് നമ്മളെ സംരക്ഷിക്കും, സൂക്ഷിക്കും, പരിപാലിക്കും. പിശാച് അവൻ്റെ തന്ത്രങ്ങൾ എത്ര ഭീകരമായാലും ഹല്ലേലൂയ, ആ കർത്താവിൽ നമ്മുടെ സുരക്ഷിതത്വം കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മൾ ആ വൃത്തം വിട്ട് പുറത്ത് പോകല്ലേ. അതിനുള്ളിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വന്നാലും കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. കർത്താവ് അത് ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് അത് ക്ഷമിക്കും. അവിടുന്ന് മറക്കുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് അത് മറന്നു. പിന്നീട് അതിൻ്റെ കണക്ക് ചോദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എത്ര സന്തോഷകരമായ ഒരു ജീവിതമാണ്, അനുഗ്രഹീതമായ ഒരു ജീവിതമാണ്. ആ ജീവിതം നമ്മുടെ വരുന്ന ആളുകളിൽ നമ്മുടെയൊക്കെ സഭകളുമൊക്കെ ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ, ശത്രുവിൻ്റെ ഏതെല്ലാം ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകും എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ആ പീഡനങ്ങളൊക്കെ നമുക്ക് പുറത്തു നിന്നുള്ള പീഡനങ്ങളാണ്. ആ പീഡനങ്ങൾ ഒന്നാമത് ആരുടെ നേരെയാണ്? ദൈവത്തിൻ്റെ നേരെയാണ്. ആ വൃത്തത്തെ തൊട്ടിട്ടേ അകത്തോട്ട് വരാനൊക്കെയുള്ളൂ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ച് ദൈവവചനം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഒരു സഹോദരൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ, സഹോദരനോ സഹോദരിയോ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. Yes, Father. Amen. Amen.